അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്ഹാബുൽ കഹ്ഫ്. അല്ലാഹു സുബ്ഹാനഹു തആല വിശുദ്ധ ഖുർആനിലൂടെ പറയപ്പെട്ട അത്ഭുതകരമായ ചരിത്രമാണ് അസ്ഹാബുൽ കഹ്ഫ്. സൂറത്തുൽ കഹ്ഫിലൂടെയാണ് ഗുഹാനിവാസികൾ എന്ന അർത്ഥം വരുന്ന അസ്ഹാബുൽ കഹ്ഫിനെ കുറിച്ച് പരാമർശിക്കുന്നത്. ഏകദൈവ വിശ്വാസത്തെ സംരക്ഷിക്കാൻ വേണ്ടി ബഹുദൈവ വിശ്വാസിയായ രാജാവിന്റെ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി സ്വന്തം ദേശം വിട്ട് പലായനം ചെയ്തവരാണവർ. ഈസാ നബിയുടെ അനുയായികളിൽപ്പെട്ടവരാണവർ. അവർ 3 പേരുണ്ടെന്നും 5 പേരുണ്ടെന്നും 7 പേരുണ്ടെന്നും പല അഭിപ്രായങ്ങളാണ്. അവരെ കുറിച്ച് അറിയുന്നവൻ അല്ലാഹു മാത്രമാണെന്ന് അല്ലാഹു ഖുർആനിലൂടെ വ്യക്തമാക്കുന്നുണ്ട്. ഈസാ നബിയുടെ അനുയായികളായ ഈ യുവാക്കൾ ആരാധനയിലും ഭക്തിയിലും എത്രയോ ദൃഢതയുള്ളവരായിരുന്നു. അക്കാലത്ത് ഈസാ നബിയുടെ അനുയായികളിൽ വിഗ്രഹാരാധന കടന്നുകൂടി. ക്രിസ്ത്യാനികൾ ദുർമാർഗത്തിൽ മുഴുകി പോവുകയും അവരിൽ വിഗ്രഹാരാധന പടർന്നു പിടിക്കുകയും ഉണ്ടായി. അന്ന് ക്രൂരനും ദുഷ്ടനും ദുർമോഹിയും വിഗ്രഹാരാധകനുമായ രാജാവായിരുന്നു ദക്യാനൂസ്. വിഗ്രഹാരാധന നടപ്പിൽ വരുത്താനായി ഒരു വിളംബരം പ്രഖ്യാപിച്ചു. ബിംബാരാധനയിലേക്ക് വരാത്തവരെ പല രീതിയിലും ഉപദ്രവിക്കുകയും ബന്ധസ്ഥരാക്കുകയും ചെയ്തു. ആ രാജ്യത്തിലെ അഫ്തൂസ് എന്നു പേരുള്ള ഒരു പട്ടണത്തിൽ അള്ളാഹുവിനെ മാത്രം ആരാധിച്ചു പോന്നിരുന്ന കുറച്ച് യുവാക്കൾ ഉണ്ടായിരുന്നു. അള്ളാഹുവിനെ മാത്രം ആരാധിക്കുകയും അവന്റെ മുന്നിൽ മാത്രം സുജൂദ് ചെയ്യുകയും നിസ്കാരം, നോമ്പ്, ദാനധർമ്മങ്ങൾ എന്നിവ യഥേഷ്ടം നിർവഹിച്ചു പോരുകയും ചെയ്തിരുന്നവരാണവർ. ഈ യുവാക്കളെ കുറിച്ച് ആരോ ഒരാൾ രാജാവിന് വിവരം നൽകി. രാജാവ് അവരെ രാജസന്നിധിയിലേക്ക് വിളിച്ചു വരുത്തി. അവരോട് ചോദിച്ചു, നിങ്ങൾ ആരെയാണ് ആരാധിക്കുന്നത്? ഞങ്ങൾ ഞങ്ങളുടെ നാഥനായ അള്ളാഹുവിനെ ആരാധിക്കുന്നു. ഈസാ നബിയുടെ മതത്തിൽ സ്ഥിരമായി നിൽക്കുന്നവരാണ് ഞങ്ങളെന്ന് അവർ രാജാവിന് മറുപടി നൽകി. അവരുടെ മറുപടി രാജാവിന് തീരെ ദഹിച്ചില്ല. ഇന്നു മുതൽ ഞങ്ങൾ ആരാധിക്കുന്ന വിഗ്രഹങ്ങളെ നിങ്ങളും ആരാധിക്കണമെന്ന് അവരോട് രാജാവ് കൽപ്പിച്ചു. ഖുർആനിൽ ഇപ്രകാരം പറയുന്നുണ്ട്, നാം അവരുടെ ഹൃദയങ്ങൾ സ്ഥിരതയുള്ളതാക്കി. അവർ എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറഞ്ഞു, ആകാശങ്ങളുടെയും ഭൂമിയുടെയും അധിപനാകുന്നു ഞങ്ങളുടെ നാഥൻ. ഞങ്ങൾ അവനെയല്ലാതെ മറ്റൊന്നിനെയും ആരാധിക്കുകയില്ല. അങ്ങനെ ചെയ്താൽ ഞങ്ങൾ തെറ്റായ മാർഗത്തിലായിത്തീരും. അവർ തങ്ങളുടെ ഏകദൈവ വിശ്വാസത്തിൽ ഉറച്ചു നിന്നു. എല്ലാം തങ്ങളുടെ സൃഷ്ടാവായ അള്ളാഹുവിൽ വരമേൽപ്പിച്ചു. ആ യുവാക്കൾ തന്റെ കൽപ്പനയ്ക്ക് തീയൊതുങ്ങാത്തതിനാൽ കുപിതനായ രാജാവ് അവരുടെ വസ്ത്രാഭരണങ്ങളെ പിടിച്ചെടുക്കാൻ ആജ്ഞാപിച്ചു. ആ യുവാക്കൾ രാജാവിന്റെ അകന്ന ബന്ധത്തിൽപ്പെട്ടവരായിരുന്നു. രാജാവ് യുവാക്കളോട് പറഞ്ഞു, നിങ്ങൾ രാജ്യദ്രോഹമാണ് ചെയ്യുന്നത്. രാജാവിന്റെ കൽപ്പനകൾ അംഗീകരിക്കാത്തവർ രാജ്യത്തിന്റെ അക്രമികളാണ്. രാജനിയമം അനുസരിച്ച് നിങ്ങളെ കൊല്ലണം. പക്ഷേ നിങ്ങളെപ്പോലെ ബുദ്ധിക്ക് പാകത വരാത്ത ചെറുപ്പക്കാരെ കൊല്ലാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. ഞാൻ വേട്ടക്കായി പോവുകയാണ്. കുറച്ചു ദിവസം കഴിഞ്ഞേ വരൂ. അപ്പോഴേക്കും നിങ്ങൾ വിഗ്രഹാരാധനയെ കുറിച്ച് കൂടുതൽ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുക. ഞാൻ മടങ്ങി വരുമ്പോൾ നിങ്ങളുടെ മതം ഉപേക്ഷിച്ച് വിഗ്രഹാരാധനയിലേക്ക് വന്നു എന്ന സന്തോഷ വാർത്ത അറിയാൻ ഇടയാവണം. മറിച്ചാണെങ്കിൽ രാജ്യനിയമം നിങ്ങൾക്കും ബാധകമാണ്. ആ യുവാക്കൾ അള്ളാഹുവിനുള്ള ഉറച്ച വിശ്വാസത്തോടെ തന്നെ സ്വന്തം ഗൃഹങ്ങളിലേക്ക് മടങ്ങി. ദിവസങ്ങൾ കടന്നുപോയി. രാജാവ് മടങ്ങിയെത്തുന്ന ദിവസം അടുത്തു. അവർ ഒരുമിച്ച് കൂടി ഒരു തീരുമാനത്തിലെത്തി. എന്തായാലും ആ ദുഷിച്ച മാർഗത്തിലേക്ക് പോകുകയില്ലെന്ന് തന്നെ അവർ പ്രതിജ്ഞയെടുത്തു. രാജാവ് മടങ്ങിയെത്തിയാൽ നമ്മൾ വിഗ്രഹാരാധനയിലേക്ക് അടുക്കുന്നില്ലെന്നറിഞ്ഞാൽ നമ്മെ ഉപദ്രവിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അവർ ആ നാട് വിട്ടു പോകാൻ തീരുമാനിച്ചു. രാജാവ് വരുന്നതിന് മുമ്പായി അവർ ആരും അറിയാതെ വീട് വിട്ടിറങ്ങി. മലയോര പ്രദേശങ്ങൾ പരിചയമില്ലാത്ത ഈ യുവാക്കൾ വഴിയിൽ വെച്ച് ഒരു തോട്ടക്കാരനെ പരിചയപ്പെട്ടു. തോട്ടക്കാരന്റെ പേര് മക്സിൽ മീന എന്നായിരുന്നു. അവർ പറഞ്ഞു, എനിക്ക് മലയോര പ്രദേശം പരിചയമുണ്ട്. തൽക്കാലം 2 ദിവസത്തേക്ക് രാജാവിൽ നിന്നും മാറി നിൽക്കാൻ പറ്റിയ ഒരു ഗുഹയുണ്ട്. ഞാൻ കാണിച്ചു തരാം. തോട്ടക്കാരനും അവരുടെ കൂടെ നടന്നു. തോട്ടക്കാരന്റെ കൂടെ എപ്പോഴും ഒരു നായ ഉണ്ടാകുമായിരുന്നു. അതും അവരുടെ കൂടെ നടന്നു. പക്ഷെ നായ കൂടെ വന്നാൽ ജനവാസമുണ്ടെന്ന് അറിയാൻ കഴിയും എന്ന് മനസ്സിലാക്കിയ യുവാക്കൾ നായയെ എറിഞ്ഞോടിക്കാൻ ശ്രമിച്ചു. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ആ നായ അവരോട് പറഞ്ഞു, നിങ്ങൾ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നു, അതുകൊണ്ട് ഞാനും നിങ്ങളെ ഇഷ്ടപ്പെടുന്നു. ഇത് കേട്ട യുവാക്കൾക്ക് മനസ്സിലായി, ഇതൊരു സാധാരണ നായയല്ല. അങ്ങനെ അവർ നായയെയും കൂടെ കൂട്ടി. നായയുടെ പേര് കിത്തിനീർ എന്നായിരുന്നു. അങ്ങനെ അവർ കുറെ ദൂരം നടന്നു ആ ഗുഹ കണ്ടു.
വിശ്രമത്തിനായി അവർ അതിൽ കയറി കിടന്നു. മക്സിൽ മീന എന്ന തോട്ടക്കാരനായിരുന്നു അവരിൽ പ്രായം ചെന്നവരും അവരുടെ കാര്യങ്ങൾ തീരുമാനിച്ചിരുന്നതും. അങ്ങനെ ദിക്യാനോസ് രാജാവ് കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം തിരിച്ചു വന്നപ്പോൾ താൻ വിഗ്രഹാരാധനയിലേക്ക് വരണമെന്ന് കൽപ്പിച്ചിരുന്ന യുവാക്കൾ നാടുവിട്ടതായി അറിയാൻ കഴിഞ്ഞു. യംലിഹ എന്ന യുവാവായിരുന്നു അവരുടെ ആവശ്യങ്ങൾക്കായി പുറത്തു പോയിരുന്നത്. ഒരിക്കൽ യംലിഹ ഭക്ഷണത്തിനായി പുറത്തുപോയി തിരിച്ചു വന്നപ്പോൾ രാജാവ് വന്നിട്ടുണ്ടെന്നും തങ്ങളെ അന്വേഷിക്കുന്നതായും കൂട്ടുകാരെ വിവരം അറിയിച്ചു. ഒരു ദിവസം യംലിഹ പട്ടണത്തിലെത്തി. രാജാവും പരിവാരങ്ങളും ഏതു വിധേനയും തങ്ങളെ കണ്ടെത്താനുള്ള മാർഗങ്ങൾ ആരായുന്നതായി മനസ്സിലാക്കിയ യംലിഹ ഭക്ഷണവുമായി പെട്ടെന്ന് തന്നെ തിരിച്ചു പോന്നു. തങ്ങൾ ഏത് നിമിഷവും പിടിക്കപ്പെട്ടേക്കാം എന്ന് അവർ മനസ്സിലാക്കി. അവർ നാഥനായ അള്ളാഹുവിൽ വിശ്വാസമർപ്പിച്ച് ആരാധനകളിൽ മുഴുകി. അവർ അള്ളാഹുവിലേക്ക് കരങ്ങൾ ഉയർത്തി, ഞങ്ങളുടെ രക്ഷിതാവേ, നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ശത്രുക്കളിൽ നിന്നും നീ ഞങ്ങളെ കാത്തു രക്ഷിക്കണമേ. അള്ളാഹു അവരുടെ പ്രാർത്ഥന സ്വീകരിക്കുമെന്ന് ഉറച്ച വിശ്വാസത്തോടെ അവർ നിദ്രയിലാണ്ടു. അള്ളാഹു അവരുടെ പ്രാർത്ഥന സ്വീകരിച്ചു. അള്ളാഹു അവർക്ക് ഒരു നീണ്ട ഉറക്കം തന്നെ നൽകി എന്നുള്ളതാണ് വാസ്തവം. അവരെ കുറിച്ച് യാതൊരു വിവരവും ലഭിക്കാതിരുന്നപ്പോൾ രാജാവ് അവരുടെ മാതാപിതാക്കളെയും കുടുംബങ്ങളെയും ഭീഷണിപ്പെടുത്താൻ തുടങ്ങി. ഗത്യന്തരമില്ലാതെ തങ്ങളുടെ മക്കളെ കുറിച്ചുള്ള വിവരങ്ങൾ പറയേണ്ടതായി വന്നു. ഉടനെ രാജാവും അനുയായികളും ആ പർവ്വതത്തിലെത്തി. അവർ അവിടെ അന്വേഷിച്ചു നടന്നു. ഒടുവിൽ ആ ഗുഹ കണ്ടെത്തി. ഗുഹക്കുള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന യുവാക്കളെ കണ്ട രാജാവ് അവർ അവിടെ കിടന്നു മരിക്കട്ടെ എന്ന് പറഞ്ഞ് ഗുഹാമുഖം അടക്കാൻ ഉത്തരവിട്ടു അവിടെ നിന്നും മടങ്ങി. എന്നാൽ രാജാവിന്റെ കൂട്ടത്തിൽ നിന്നും ബൈദറൂസും റൂനാസും എന്നു പേരുള്ള രണ്ട് സത്യവിശ്വാസികൾ ഗുഹക്കുള്ളിലുള്ളവരുടെ സ്ഥിതിയെക്കുറിച്ച് ഒരു പലകയിലെഴുതി ഗുഹാമുഖത്ത് ആരും കാണാതെ സ്ഥാപിച്ചു. സത്യവിശ്വാസം ഉള്ളിൽ കൊണ്ട് നടക്കുന്നവരായിരുന്നു അവർ. ഈ ഗുഹ എവിടെ സ്ഥിതി ചെയ്യുന്നു എന്ന് ഖുർആനിൽ വ്യക്തമായി പറഞ്ഞിട്ടില്ല. എന്നിരുന്നാലും ഗുഹ പർവ്വതത്തിന്റെ തെക്കുഭാഗത്തായിട്ടാണ് സ്ഥിതി ചെയ്തിരുന്നത്. സൂര്യരശ്മി തട്ടാത്ത വിശാലമായ ഒരു ഭൂഭാഗമായിരുന്നു അത്. മഞ്ഞോ മഴയോ അവരെ സ്പർശിച്ചിരുന്നില്ല. ഖുർആനിലൂടെ അള്ളാഹു പറയുന്നുണ്ട്, സൂര്യൻ ഉദിക്കുമ്പോൾ അവരുടെ ഗുഹ വിട്ട് വലത്തോട്ട് ചാഞ്ഞു പോകുന്നതായും അസ്തമിക്കുമ്പോൾ അവരെ മുറിച്ചു കടന്ന് ഇടത്തോട്ട് പോകുന്നതായും നിനക്ക് കാണാം. അവരാകട്ടെ അതിൽ നിന്നുള്ള ഒരു വിശാല സ്ഥലത്തുമാകുന്നു. ഇതെല്ലാം അള്ളാഹുവിൽ നിന്നുള്ള ദൃഷ്ടാന്തങ്ങളാണ്. അള്ളാഹു ആരെയെങ്കിലും നേർമാർഗത്തിലാക്കുന്നതായാൽ അവരാണ് നേർമാർഗം സിദ്ധിച്ചവർ. ആരെയെങ്കിലും ദുർമാർഗത്തിലാക്കുന്നതായാൽ അവന് നേർമാർഗത്തിലേക്കുള്ള ഒരു വഴിയും കണ്ടെത്താനാവുകയില്ല. ഇത് കഹഫ് സൂറത്തിലെ 17-ാം വചനമാണ്. സൂര്യൻ രാവിലെ വലത്തോട്ടും വൈകുന്നേരവും ഇടത്തോട്ടും മാറിപ്പോകുന്നത് കൊണ്ട് വെയിലിന്റെ ശല്യം അവരെ ബാധിച്ചതേയില്ല. ശുദ്ധമായ വായു ഗുഹയിലേക്ക് എത്തിയിരുന്നതിനാൽ അവർക്ക് യാതൊരു ശാരീരിക ബുദ്ധിമുട്ടോ പ്രയാസങ്ങളോ ഇല്ലായിരുന്നു. അവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല വലത്തുനിന്ന് ഇടത്തോട്ടും ഇടത്തുനിന്ന് വലത്തോട്ടും തിരിച്ചും മറിച്ചും കിടത്തി. 309 വർഷക്കാലം അവരെ അല്ലാഹു ഉറക്കി. അവർ ഗുഹയിൽ കിടന്നുറങ്ങുന്നത് ഒരാൾ കാണാനിടയായാൽ അവർ ഉണർന്നു കിടക്കുകയാണെന്ന് തോന്നിപ്പോവുകയും പേടിച്ചോടുകയും ചെയ്തേക്കാം എന്ന് കഹഫ് സൂറത്തിൽ വ്യക്തമായി പറയുന്നു. അവരെ കാണുന്ന പക്ഷം കുറച്ച് യുവാക്കൾ എന്തോ ആവശ്യാർത്ഥം ഗുഹയിൽ തങ്ങിയതായും ഒരു പടുകൂറ്റനായ അവർക്ക് കാവൽ നിൽക്കുന്നതായും തോന്നിയേക്കാം. അങ്ങനെ കാലങ്ങൾ കഴിഞ്ഞുപോയി. ദിക്യാനോസ് രാജാവിന്റെ കാലവും ഭരണവുമെല്ലാം കാലം മായ്ച്ചു തുടങ്ങി. അവന്റെ പ്രതാപവും ഐശ്വര്യവും മണ്ണോട് ചേർന്നു. ഏകദേശം 300 വർഷങ്ങൾക്ക് ശേഷം ബൈദറൂസ് എന്നു പേരുള്ള രാജാവായിരുന്നു അവിടെ ഭരിച്ചിരുന്നത്. 68 വർഷത്തോളം ഭരണം നടത്തിയ അദ്ദേഹം അള്ളാഹുവിലും പരലോകത്തിലും വിശ്വസിക്കുന്നവരായിരുന്നു. പ്രജകളിലാവട്ടെ വിശ്വാസികളും അവിശ്വാസികളും ഉണ്ടായിരുന്നു. ഒരിക്കൽ അദ്ദേഹത്തിന്റെ രാജസദസ്സിൽ മരിച്ചവരെ വീണ്ടും ജീവിപ്പിക്കാൻ കഴിയുമോ എന്നുള്ളത് ചർച്ചാ വിഷയമായി മാറി. പണ്ഡിതന്മാർ അതിന്റെ സാധ്യതയെക്കുറിച്ച് യുക്തിപൂർവ്വം പറഞ്ഞു കൊടുത്തിട്ടും അവരിലെ സംശയം വിട്ടുമാറിയില്ല. ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ല എന്നതായിരുന്നു അവരിലെ ഉറച്ച വിശ്വാസം. ജനങ്ങൾക്ക് പരലോക ജീവിതത്തെ കുറിച്ച് മനസ്സിലാക്കുവാൻ വേണ്ടി ഒരു ദൃഷ്ടാന്തം വെളിപ്പെട്ട് കാണുവാൻ അദ്ദേഹം ആഗ്രഹിക്കുകയും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്തു. അങ്ങനെ അദ്ദേഹത്തിന്റെ ദുആ അള്ളാഹു സ്വീകരിക്കുകയും ഗുഹാനിവാസികളെ ഉണർത്തുകയും ചെയ്തു. അതുമായി വന്ന ഒരു ആട്ടിടയൻ തന്റെ ആടുകൾക്ക് താവളം ഒരുക്കുന്നതിനു വേണ്ടി ആ ഗുഹാമുഖത്തുണ്ടായിരുന്ന ഭിത്തികെട്ട് പൊളിച്ചു മാറ്റി. അപ്പോഴായിരുന്നു നൂറ്റാണ്ടുകളായി ഉറങ്ങിക്കിടന്ന യുവാക്കൾ ഉണർന്നു. അവർ എഴുന്നേറ്റു ആരാധനയിലേക്ക് കണ്ടു. അവരിൽ ഒരാൾ ചോദിച്ചു, നമ്മൾ എത്ര ദിവസം ഉറങ്ങിയിട്ടുണ്ടാകും? മറ്റേയാൾ പറഞ്ഞു, 1 ദിവസം ഉറങ്ങിയിട്ടുണ്ടാവാം. മറ്റൊരാൾ പറഞ്ഞു,
ഒരു ദിവസത്തിൽ കുറച്ചു നേരം ഉറങ്ങിയിട്ടുണ്ടാകാം. അവർ പരസ്പരം അഭിപ്രായപ്പെട്ടു. അവർ ഉറങ്ങാൻ കിടക്കുമ്പോൾ എങ്ങനെയായിരുന്നോ അതുപോലെയായിരുന്നു ഉണർന്നപ്പോഴും. നഖങ്ങൾ വളരുകയോ മുടി വളരുകയോ ചെയ്തിട്ടില്ല. ശരീരത്തിൽ ചുളിവുകളും വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ തങ്ങൾ നൂറ്റാണ്ടുകളോളം ഉറങ്ങി എന്ന് അവർ അറിഞ്ഞില്ല. അവരിലെ മുതിർന്നവരായ മച്ചിൽ മീന പറഞ്ഞു, നമ്മിൽ നിന്ന് ആരെങ്കിലും ഒരാൾ ഭക്ഷണത്തിനായി ശ്രദ്ധാപൂർവം പുറത്തു പോയി വരേണ്ടതുണ്ട്. പതിവ് പോലെ യംലീഹ അവരുടെ കയ്യിലുണ്ടായിരുന്ന വെള്ളി നാണയങ്ങളുമായി പട്ടണത്തിലേക്ക് പുറപ്പെട്ടു. വഴിയിൽ വെച്ച് ഈസാ നബിയുടെ നാമം കേൾക്കാൻ ഇടയായ യംലീഹ അത്ഭുതപ്പെട്ടു. എനിക്ക് സ്ഥലം മാറിപ്പോയോ അതോ ഞാൻ സ്വപ്നം കാണുകയാണോ എന്നെല്ലാം അയാൾക്ക് തോന്നിപ്പോയി. അങ്ങനെ അദ്ദേഹം പട്ടണത്തിലെത്തി. പട്ടണത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ കാര്യമായ മാറ്റങ്ങൾ കണ്ടതിനാൽ അദ്ദേഹം ഒരാളോട് ഇതേതാണ് സ്ഥലമെന്ന് ചോദിച്ചു. ഇത് അഫ്തസ് പട്ടണമാണെന്ന് പറഞ്ഞു. തൊട്ടിക്കടയുടെ അടുത്തായി രണ്ടുപേർ ഏതോ കാലത്തിനു വേണ്ടി അള്ളാഹുവിന്റെ നാമത്തിലും ഈസാ നബിയുടെ നാമത്തിലും സത്യം ചെയ്യുന്നതായി അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. അദ്ദേഹം ഒരു റൊട്ടിക്കടയിൽ കയറി റൊട്ടി വാങ്ങി കയ്യിലുണ്ടായിരുന്ന വെള്ളി നാണയങ്ങൾ കൊടുത്തു. തിരിച്ചു പോകാൻ ഒരുങ്ങി. ആശയില്ലായിരുന്ന കച്ചവടക്കാരൻ നാണയങ്ങൾ തടവി നോക്കി. എന്തോ പന്തികേട് തോന്നുകയും മറ്റുള്ളവരെ വിളിച്ച് കാണിക്കുകയും ചെയ്തു. എന്നാൽ അവർക്കെല്ലാം ആ നാണയം അപരിചിതമായിരുന്നു. അവർ ആശ്ചര്യപ്പെട്ടു. നാണയം തിരിച്ചു മറിച്ചും നോക്കി. അവർ പറഞ്ഞു, ഇത് പണ്ടുണ്ടായിരുന്ന ദഹ്യാനോസ് രാജാവിന്റെ കാലത്തുണ്ടായിരുന്ന നാണയമാണല്ലോ, ഇത് തനിക്ക് എവിടെ നിന്നും കിട്ടി എന്നവർ ചോദിച്ചു. ഖജനാവിൽ നിന്നും ഇദ്ദേഹം മോഷ്ടിച്ചതായിരിക്കാം എന്ന അഭിപ്രായവും ഉണ്ടായി. അങ്ങനെ അവർ അദ്ദേഹത്തെ ആ നാട്ടിലെ ന്യായാധിപന്മാരുടെ അടുക്കലേക്ക് കൊണ്ടുപോയി. അവർ ചോദിച്ചു, നീ ആരാണ്? ഈ നാണയം നിനക്ക് എവിടെ നിന്നും കിട്ടി? നീ എവിടെ നിന്നാണ് വരുന്നത്? എന്റെ രാജ്യം ഇത് തന്നെയാണ്. എന്റെ പിതാവിന്റെയും പിതാമഹന്മാരുടെയും പേരുകൾ ഇതൊക്കെയാണ്. കൂടാതെ അവർ കടന്നുപോയ സാഹചര്യങ്ങളെ കുറിച്ചും വിശദീകരിച്ചു. എനിക്ക് ഇവിടുത്തെ രാജാവിന്റെ പേര് അവരെ കുറിച്ച് ഒന്നും അറിഞ്ഞുകൂടാ എന്നും അവർ പറഞ്ഞു. ഇവിടുത്തെ രാജാവിനെ ഭയന്ന് കുറച്ച് യുവാക്കൾ ഗുഹയിൽ അഭയം പ്രാപിച്ചു. അവിടെ കിടന്ന് ഉറങ്ങിപ്പോയി. ഉണർന്നപ്പോൾ ഭക്ഷണത്തിനായി വന്നതാണ് ഞാൻ. മറ്റൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. നിങ്ങൾ എന്റെ കൂടെ വരൂ, എന്റെ കൂട്ടുകാരെ കൂടെ പരിചയപ്പെടുത്താം. രണ്ടു ന്യായാധിപന്മാർ അവരുടെ കൂടെ പുറപ്പെട്ടു. തങ്ങൾക്ക് അഭിമുഖമായി വരുന്നവരെ കണ്ട മറ്റു യുവാക്കൾ യംലീഹയെ രാജഭീകരന്മാർ പിടിച്ചു എന്ന ഭയത്താൽ അല്ലാഹുവിലേക്ക് കൈകൾ ഉയർത്തി. ഗുഹാമുഖത്തെത്തിയ ന്യായാധിപന്മാർ യുവാക്കളെ കുറിച്ച് എഴുതി വച്ചിരുന്ന ആ പലക കാണാനിടയായി. അവർ അത് വായിച്ചെടുക്കുകയും കാര്യങ്ങൾ മനസ്സിലാക്കുകയും അല്ലാഹുവിനെ സ്തുതിക്കുകയും ചെയ്തു. രാജാവിനെ വിവരമറിയിച്ചു. കൂടെ വന്നവർ ഗുഹാനിവാസികളെ കണ്ട് ആശ്ചര്യപ്പെട്ടു. അവരുടെ വസ്ത്രത്തിന് പോലും ഒന്നും സംഭവിച്ചിട്ടില്ല. യുവാക്കൾ ദഹ്യാനോസ് രാജാവിനെ കുറിച്ച് അവരോട് ചോദിച്ചു. അയാളുടെ കാലം കഴിഞ്ഞിട്ട് വർഷങ്ങളായെന്നും ഇപ്പോഴത്തെ രാജാവ് സത്യവിശ്വാസിയും ഭയഭക്തിയുമുള്ളവരാണെന്നും അവരെ അറിയിച്ചു. അത്ഭുതപരവശനായ രാജാവ് പരിവാര സമേതം ഗുഹാനിവാസികളെ വന്ന് സന്ദർശിച്ചു. ഏറ്റവും സന്തോഷകരമായ ആ നിമിഷം രാജാവ് അല്ലാഹുവിൽ സുജൂദിൽ വീഴുകയും യുവാക്കളെ ആലിംഗനം ചെയ്യുകയും ചെയ്തു. പിന്നീട് യുവാക്കൾ തങ്ങളുടെ സ്ഥാനത്തേക്ക് മടങ്ങുകയും അവിടെ വെച്ച് മരണപ്പെടുകയും ഉണ്ടായി. അവരെ പെട്ടിയിൽ മറവ് ചെയ്യുവാനും അവിടെ ഒരു ആരാധനാലയം പണിയുവാനും ഏർപ്പാടാക്കി. അന്ന് രാജാവ് ഒരു സ്വപ്നം കണ്ടു. ഈ യുവാക്കൾ തന്നോട് വന്ന് പറയുന്നതായി, ഞങ്ങളെ നാഥൻ സൃഷ്ടിച്ചത് മണ്ണിൽ നിന്നാണ്, മണ്ണിലേക്ക് തന്നെയാണ് മടക്കം. അവരുടെ കൂടെയുണ്ടായിരുന്ന ആ നായിയെയും അവിടെ തന്നെയാണ് മറവ് ചെയ്തത്. സ്വർഗപ്രവേശനം ലഭിക്കുന്ന 10 ജീവികളിൽ ഒരു ജീവി അസ്ഹാബുൽ കഹ്ഫിലെ നായയാണെന്ന് പറയപ്പെടുന്നു. ഈ കഥയിലൂടെ നമുക്ക് എന്ത് മനസ്സിലാക്കാം? അവർ ഗുഹയിലേക്ക് പോകുമ്പോൾ ആ നഗരം ഭരിച്ചിരുന്നത് വിഗ്രഹങ്ങളെ ആരാധിക്കുന്ന വിശ്വാസികളെ പീഡിപ്പിക്കുന്ന ഒരു രാജാവായിരുന്നു. അവർ ഉണർന്നപ്പോഴോ അതേ നഗരം, പക്ഷെ അവിടെയുള്ളവരെല്ലാം ഏകനായ അല്ലാഹുവിൽ വിശ്വസിക്കുന്നവരാണ്. ഏത് വിശ്വാസത്തിന്റെ പേരിലാണോ അവർക്ക് നാടുവിടേണ്ടി വന്നത്, ആ വിശ്വാസം തന്നെ ആ നാടിന്റെ മുദ്രയായി മാറിയിരിക്കുന്നു. അവരുടെ ഈ തിരിച്ചുവരവിന് വെറുമൊരു കഥ എന്നതിലുപരി വലിയൊരു ലക്ഷ്യമുണ്ടായിരുന്നു. ആ കാലഘട്ടത്തിലെ ആളുകൾക്ക് മരണത്തിന് ശേഷമുള്ള ജീവിതത്തെക്കുറിച്ചും പുനരുദ്ധാരണത്തെക്കുറിച്ചുമൊക്കെ ഒരുപാട് സംശയങ്ങൾ ഉണ്ടായിരുന്നു. ആ സംശയങ്ങൾക്കെല്ലാമായി ജീവിക്കുന്ന ഒരു തെളിവായിട്ടാണ് ഇവർ മാറിയത്. ചുരുക്കി പറഞ്ഞാൽ ഇവരുടെ കഥ ഒരു തലമുറയുടെ വിശ്വാസം ഉറപ്പിക്കാൻ കാരണമായി. ഈ ഗുഹയിൽ നിന്നുള്ള പാഠങ്ങൾ കാലങ്ങൾക്കിപ്പുറം നമുക്ക് എന്ത് സന്ദേശമാണ് നൽകുന്നത്? ഒന്നാമതായി,
ആത്മാർത്ഥമായ വിശ്വാസത്തിന്, അതായത് ഈമാനിന് എത്രത്തോളം ശക്തിയുണ്ടെന്ന് കാണിച്ചു തരുന്നു. അള്ളാഹുവിൽ പൂർണ്ണമായി വിശ്വസിക്കുന്നവരെ അവൻ എങ്ങനെ സംരക്ഷിക്കുമെന്നതിന് ഉത്തമ ഉദാഹരണമാണിത്. ലോകത്തുള്ള ഏതൊരു അധികാരവും വെറും താൽക്കാലികമാണെന്നും പുനരുദ്ധാരണം ഒരു സത്യമാണെന്നും ഈ സംഭവം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. എല്ലാത്തിനും ഉപരിയായി എല്ലാ കാര്യങ്ങൾക്ക് പിന്നിലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത വിധം ഒരു ദൈവിക പദ്ധതി, അതായത് അള്ളാഹുവിന്റെ തീരുമാനമുണ്ടെന്നും ഇതിലൂടെ നമ്മെ ബോധ്യപ്പെടുത്തുന്നു. ഗുഹാവാസികളുടെ കഥ നൂറ്റാണ്ടുകൾക്കിപ്പുറവും നമ്മോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. അവരുടെ കഥ അവിടെ അവസാനിച്ചിരിക്കാം, പക്ഷേ അത് നൽകുന്ന പാഠം ഒരിക്കലും അവസാനിക്കുന്നില്ല. ഈ വീഡിയോയിലൂടെ പറഞ്ഞതും കേട്ടതും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വാലിഹായ അമലുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.